ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ക്രോഷ്യ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്നൊരു ബേബി ബ്ലാങ്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 40x40 സൈസിലാണ് നമ്മൾ ബേബി ബ്ലാങ്കറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് 15 യാൺസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ യാൺസ് ആയതുകൊണ്ടാണ് 15 യാൺസ് എടുക്കേണ്ടി വന്നത്. 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. റോസ് കളർ യാണും ഒരു ക്രീം കളർ യാണും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 mm ക്രോഷ്യ ഹുക്ക് വേണം, കുറച്ച് ക്രോഷ്യ പിൻസ് വേണം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ക്രോഷ്യ പിൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പ് വേണം, പിന്നെ ക്രോഷ്യ നീഡിൽ വേണം, സിസേഴ്സും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേബി ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഒരു ബേസിക് സ്ലിപ്പ് നോട്ട് എടുക്കാം. സ്ലിപ്പ് നോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കണം. അത് ബേസിക് സ്റ്റിച്ച് 109 ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 10 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും. കാരണം നമ്മൾ വിട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോഷ്യ പിൻ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 10 ചെയിൻ സ്റ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കും, ആദ്യത്തെ 10 കഴിഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 109 ചെയിൻ സ്റ്റിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുവാണ്. സോ ഇപ്പോൾ 109 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്രോഷ്യ പിൻസ് റിമൂവ് ചെയ്യാം. 109 ചെയിൻ സ്റ്റിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ 4 ചെയിൻ വിട്ടിട്ട് 5ാമത്തെ ചെയിനിൻ്റെ ഹോളിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഞാൻ 4 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഹോള് വിട്ടു, 5ാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഹോളിലേക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ എടുക്കുകയാണ്. ഈ ബേസിക് സ്റ്റിച്ചസിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, റെഫറൻസിന് അത് നോക്കിയാൽ മതി. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ എടുത്തതിന് ശേഷം നമ്മൾ 2ാമത്തെ ഡബിൾ ക്രോഷ്യയും സെയിം ഹോളിലേക്ക് തന്നെ എടുക്കണം. സോ ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയി. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ സെയിം ഹോളിലേക്ക് തന്നെ എടുക്കുകയാണ്. സോ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ എടുത്തു. ഇനി 2 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കണം. സോ സിംഗിൾ ക്രോഷ്യ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്രോഷ്യ ഹുക്ക് ചെയിനിൻ്റെ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ പുറത്തേക്ക് വലിക്കുക. സോ ആ ഹുക്കിൽ 2 ലൂപ്സ് വരും, അതിലേക്കൂടെ ആ യാൺ പുറത്തേക്ക് വലിക്കുമ്പോൾ സിംഗിൾ ക്രോഷ്യ ആയി. സിംഗിൾ ക്രോഷ്യ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത 2 ചെയിൻ വിട്ട് 3ാമത്തെ ചെയിനിൻ്റെ ഹോളിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യണം. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ എടുക്കുകയാണ്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഫിനിഷായി. അതിനുശേഷം അടുത്ത ഡബിൾ ക്രോഷ്യ എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ സെയിം ഹോളിലേക്ക് തന്നെ എടുക്കണം. സോ 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ആ ഹോളിലേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 2 ചെയിൻ വിട്ടിട്ട് 3ാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സോ ചെയിൻ പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം 4 ചെയിൻ വിട്ടിട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ എടുത്തു. അതിനുശേഷം 2 ചെയിൻ വിട്ട് 3ാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ എടുത്തു. അതിനുശേഷം 2 ചെയിൻ വിട്ടിട്ട് നമ്മൾ 3ാമത്തെ ചെയിനിൽ 5 ഡബിൾ ക്രോഷ്യ എടുത്തു. അതിനുശേഷം 2 ചെയിൻ വിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 ചെയിൻ വിട്ടിട്ട് 5 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ചെയിൻ വിട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നു പോകുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു സിംഗിൾ ക്രോഷ്യ ഞാനിപ്പോൾ എടുക്കുകയാണ്. സോ ഫസ്റ്റ് ലെയർ ആ സിംഗിൾ ക്രോഷ്യം കൂടെ എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ചെയ്യും. സോ നമ്മൾ സിംഗിൾ ക്രോഷ്യ എടുത്തതിന് ശേഷം ഒരു 3 ചെയിൻ സ്റ്റിച്ച് നമ്മൾ എക്സ്ട്രാ എടുക്കും. ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയറിലേക്ക് പോകുന്നതിന് മുമ്പ് 3 ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഹോളിലേക്ക് നമ്മളൊരു 2 ഡബിൾ ക്രോഷ്യ എടുക്കും.
2 ഡബിൾ ക്രോഷ്യ എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആ ഷെൽ ഷേപ്പിൽ വരുന്നതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 സ്റ്റിച്ച് വിട്ടിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചാണ് അതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത്. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക. അത് കഴിഞ്ഞ് 2 ചെയിൻ വിട്ട് നെക്സ്റ്റ് ചെയിനിൻ്റെ ഹോളിലേക്ക് 5 ഡബിൾ ക്രോഷ്യ എടുക്കുക. അതായത് ഫസ്റ്റ് ലെയറിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ എടുത്ത ഹോളിലേക്ക് 5 ഡബിൾ ക്രോഷ്യ എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഷെല്ലിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സിംഗിൾ ക്രോഷ്യ എടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ലെയർ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ 3 സ്റ്റിച്ചസ് ഈ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഈ 3 സ്റ്റിച്ച് യൂസ് ചെയ്താണ് നമ്മൾ ഈ ബ്ലാങ്കറ്റ് ഫുൾ ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ലൈനായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 ഡബിൾ ക്രോഷ്യ എടുക്കും. അത് കഴിഞ്ഞൊരു സിംഗിൾ ക്രോഷ്യ, ദെൻ 5 ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ചെയിൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ 2 ടൈപ്പ് യാൺ യൂസ് ചെയ്യുന്നുണ്ട്. ക്രീം കളർ യാണും റോസ് കളർ യാണും. സോ ഈ 2 യാണും കൂടെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റോസ് കളർ യാൺ ക്രീം കളർ യാണിലേക്ക് ടൈ ചെയ്യും. അതുപോലെ തന്നെ ക്രീം കളർ യാണിൻ്റെ എൻഡ് റോസ് കളർ യാണിലേക്ക് ടൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2 എൻഡിലും പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന യാണിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ യാണിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 40 സെൻറ്റിമീറ്റർ ആകാറായിട്ടുണ്ട് ബ്ലാങ്കറ്റിൻ്റെ ലെങ്ത്ത്. ഒരു ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്കറ്റ് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ബ്ലാങ്കറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഈ യാൺ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ യാൺ ആ ഹോളിലേക്ക് അകത്തേക്ക് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതവിടെ സെക്യൂർ ആയിട്ടിരുന്നോളും. ഇനി എക്സ്ട്രാ വന്നിരിക്കുന്ന യാൺ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോഷ്യ നീഡിൽ യൂസ് ചെയ്ത് നമ്മൾ ആ ഹോളിലേക്ക് പതുക്കെ ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും നമ്മുടെ ബ്ലാങ്കറ്റിന്. എക്സ്ട്രാ നൂല് പുറത്തേക്കൊന്നും നിൽക്കത്തില്ല. അത് നന്നായിട്ട് ഫിനിഷായി അവിടെ ഇരുന്നോളും. സോ നമ്മുടെ ബേബി ബ്ലാങ്കറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.